എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. ബേത് സഹൂർ, ആട്ടിടയരുടെ വയൽ. ബത്ലഹേമിൽ തിരുപ്പിറവി ദേവാലയത്തിൽ നിന്ന് 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ ഈ വയലിലെത്തും. റൂത്തിന്റെ വയൽ എന്നുകൂടി ഇതിന് പേരുണ്ട്. അമ്മായിയമ്മയായ നവമിയോടൊപ്പം ബത്ലഹേമിലേക്ക് വന്ന മോവാബ്യ സ്ത്രീ, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായിയമ്മയുടെ കൂട്ടായിട്ട് വന്നവൾ. അമ്മായിയമ്മയെ സഹായിക്കാൻ വേണ്ടി ബോവാസിന്റെ വയലിൽ പണിയെടുക്കാൻ പോയവൾ. കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ബോവാസുമായിട്ട് വിവാഹം നടത്തിയവൾ. അവരിൽ നിന്ന് ജനിച്ചതാണ് ഓബദ്, ഓബദിൽ നിന്ന് ജസെ, ജസയിൽ നിന്ന് ദാവീദ്. അങ്ങനെയാണ് ബത്ലഹേമിന് ദാവീദിന്റെ പട്ടണം എന്ന പേര് ലഭിച്ചത്. കട്ടിയുള്ള ചുണ്ണാമ്പ് കല്ലിൽ തീർത്ത ഗുഹകള് ബത്ലഹേമിലെ സാധാരണ ദൃശ്യമാണ്. മഞ്ഞുകാലത്ത് ആടുകളെ ഈ ഗുഹയിലാക്കി വാതിൽക്കൽ തീ കായുന്ന ആട്ടിടയന്മാരുടെ ദൃശ്യം ഇന്നും സജീവമാണ്. 4-ാം നൂറ്റാണ്ട് മുതലുള്ള യാത്രാ വിവരണങ്ങളിൽ ഇവിടെ ആട്ടിടയരുടെ താഴ്വരയും ഒരു പൂന്തോട്ടവും ഉള്ളതായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. 7-8 നൂറ്റാണ്ടുകളിലെ ജെറുസലേം കലണ്ടറിൽ ഇവിടെയുള്ള ഒരു ആശ്രമത്തെക്കുറിച്ച് പറയുന്നു. പൊയേംനിയും, ആട്ടിൻപറ്റങ്ങളുടെ ആശ്രമം. 1951-52 കാലഘട്ടങ്ങളിലാണ് ഇവിടെ ഉത്ഖനനം നടക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലെ കർഷക ഗ്രാമത്തിന്റെയും ആശ്രമങ്ങളുടെയും പള്ളികളുടെയും അതുപോലെ തന്നെ ഒലിവ് ചക്ക്, ജലധാരകള്, അങ്ങനെ ഒത്തിരി അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 4-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ആശ്രമം ഉണ്ടായിരുന്നു എന്നതിൽ നിന്ന് വ്യക്തമാകുന്നു. ഇന്നുള്ള ദേവാലയം 1953 അന്റോണിയോ ബെർലുച്ചി തീർത്തതാണ്. കാനഡയിൽ നിന്നുള്ള ക്രിസ്ത്യാനികളുടെ സഹായത്തോടു കൂടി ആട്ടിടയരുടെ കൂടാരത്തിന്റെ മാതൃകയിലാണ് ഇത് പണിതിരിക്കുക. നമ്മൾ കവാടത്തിലെത്തുമ്പോൾ തന്നെ കവാടത്തിൽ ഗ്ലോറിയ ഇൻ എക്സെൽസിസ് ദേവോ എഴുതി വെച്ചിട്ടുണ്ട്, മാലാകമാരുടെ കീർത്തനം. അവിടെ നിന്ന് ഉള്ളിലേക്ക് കടന്നാൽ മരങ്ങൾ നിറഞ്ഞ വഴി, അതിൻ്റെ ഉള്ളിൽ നിന്ന് വലത്തോട്ട് കടന്നാൽ ഈ കൊച്ചു കൂടാരപ്പള്ളിയുടെ മുമ്പിലെത്തും. ഏറ്റവും മുകളിൽ കൂടാരത്തിന് താഴെ മണികൾ, അതിന് താഴെ മാലാക. പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ 5 അൾത്താരകൾ, അവയിൽ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട രംഗങ്ങളുടെ ചിത്രീകരണങ്ങൾ. മുകളിൽ 5 വൃത്ത ജനലുകള്, അതിനും മുകളിൽ കൂടാരത്തിൽ സുവർണ മുസൈക്കിൽ തീർത്ത മാലാകമാരുടെ കീർത്തനം. ഇവിടെ അല്പനേരം പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ താഴോട്ടിറങ്ങിയാൽ കർത്താവിന്റെ കാലത്തുണ്ടായിരുന്നത് പോലെയുള്ള 2 ഗുഹകള് അന്നത്തെ കാലത്തെ രംഗങ്ങൾ പുനരാവിഷ്കരിച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഗുഹയുടെ ഉള്ളിൽ കുർബാന ചൊല്ലാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരങ്ങളുണ്ട്. ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ തോട്ടത്തിന്റെ നടുക്ക് ആട്ടിടയനും ആടുകളുമായിട്ടുള്ള ഒരു ശില്പം കാണാം. ഇസ്രായേൽ ജനം ആട്ടിടയരായിരുന്നു. ഇടയനായ ദാവീദിനെയാണ് അവർ രാജാവാക്കിയത്. അവരുടെ നേതാക്കന്മാരെ മുഴുവൻ ഇടയന്മാരെന്ന് വിളിച്ചവരാണവർ. പിന്നീട് നിങ്ങളുടെ ഇടയന്മാർ വഴിതെറ്റിപ്പോയത് കൊണ്ടാണ് ജനം വഴിതെറ്റിയത്, അതുകൊണ്ട് ഇനി മുതൽ ഞാനായിരിക്കും നിങ്ങളുടെ ഇടയനെന്ന് എസെക്കിയേലിലൂടെ പറഞ്ഞ കർത്താവിന്റെ ജനം. അവർ പക്ഷെ വളർച്ചയുടെ പാതയിൽ ആട്ടിടയന്മാരെ വിദ്യാഭ്യാസമില്ലാത്തവരും വൃത്തിയില്ലാത്തവരുമായി പ്രാന്തപ്രദേശങ്ങളിലേക്ക് പുറന്തള്ളി. പക്ഷെ കർത്താവ് ഹൃദയങ്ങൾ അളക്കുന്നവനാണ്. അവിടുന്ന് ബാഹ്യരൂപങ്ങളിലല്ല നോക്കുന്നത്, മനുഷ്യന്റെ ഹൃദയവിശുദ്ധിയിലാണ്. അതുകൊണ്ട് സകല ജനത്തിനുമുള്ള രക്ഷയുടെ സന്ദേശം, കർത്താവ് ജനിച്ചതിന്റെ അറിയിപ്പ് ആദ്യം ലഭിക്കുന്നത് ഈ ആട്ടിടയർക്കാണ്. ബാഹ്യരൂപങ്ങൾക്കപ്പുറം ഹൃദയ നൈർമല്യത്തിൽ ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും ഹൃദയശുദ്ധിയോടെ ജീവിക്കാൻ ഈ ആട്ടിടയന്മാർ നമ്മെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴുന്നു.